നമസ്കാരം. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജു സാംസന്റെ അവസാന സീസൺ ആയിരിക്കും ഇത്തവണത്തേതെന്നാണ് പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾ. റോയൽസോ സഞ്ജുവോ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അണിയറയിലെ സംസാരം. മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലാണ് താരത്തെ ടീമിന് പ്രേരിപ്പിക്കുന്നത്. സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന് ഇതിനകമുണ്ടായ പല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. രണ്ടുപേരും തീർത്തും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ഇപ്പോഴുള്ളതെന്ന് പറയേണ്ടി വരും. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അടുത്ത സീസണിൽ സഞ്ജു റോയൽസിൽ തുടരാനുള്ള സാധ്യത തീരെ കുറവാണ്. സീസൺ കഴിഞ്ഞാൽ റോയൽസ് ഒഴിവാക്കുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തെയും പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ അടുത്ത സീസണ് മുന്നോടിയായുള്ള മിനി താരലേലത്തിൽ തീർച്ചയായും സഞ്ജുവിനെ നമുക്ക് കാണാനാകും. വലിയ ഡിമാൻഡ് തന്നെ ലേലത്തിൽ അദ്ദേഹത്തിനുണ്ടാവുമെന്നതും ഉറപ്പാണ്. നിലവിൽ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമെന്ന റെക്കോർഡ് ഋഷഭ് പന്തിനാണ്. കഴിഞ്ഞ മെഗാലേലത്തിൽ 27 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ലക്നോ സൂപ്പർ ജയന്റ്സ് ടീം സ്വന്തമാക്കിയത്. എന്നാൽ അടുത്ത സീസണിൽ ഈ റെക്കോർഡ് സഞ്ജു തിരുത്താനിടയുണ്ട്. ലേലത്തിൽ സഞ്ജുവിന് വേണ്ടി രംഗത്തിറങ്ങാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാവുമെന്ന് നോക്കാം. 5 തവണ IPL-ൽ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അടുത്ത ലേലത്തിൽ സഞ്ജു സാംസനെ റാഞ്ചാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത്. മലയാളി വിക്കറ്റ് കീപ്പർക്കായി ഏതറ്റം വരെയും പോവാൻ അവർ തയ്യാറായേക്കും. ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണി വീണ്ടും ഒരു സീസൺ കൂടി കളിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. 44-ാം വയസ്സിലേക്ക് കടക്കുന്ന അദ്ദേഹം ഈ സീസൺ കഴിഞ്ഞാൽ കളി മതിയാക്കിയേക്കും. ധോണിയുടെ പകരക്കാരന്റെ റോളിലേക്ക് ചെന്നൈക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്ഷൻ സഞ്ജു തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഇനിയുള്ള സീസണുകളിൽ വിക്കറ്റ് കീപ്പിംഗ് മാത്രമല്ല CSKയുടെ ക്യാപ്റ്റൻസിയും വളരെ മികച്ച രീതിയിൽ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. ചെന്നൈ ടീം ഇപ്പോൾ വലിയൊരു ഉടച്ചുവാർക്കലിന്റെ പാതയിലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് യുവതാരങ്ങളായ ആയുഷ് മാത്രേ, ഷെയ്ഖ് റഷീദ്, ഡെവാൾഡ് ബ്രെവിസ് എന്നിവർക്കെല്ലാം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ലുക്കിലുള്ള CSK ടീമിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നയാൾ സഞ്ജുവാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ടീമിന് ഗുണം ചെയ്യും. നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അടുത്ത ലേലത്തിൽ സഞ്ജു സാംസനെ റാഞ്ചാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ടീം. വെറ്ററൻ ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെയ്ക്ക് കീഴിലാണ് ഈ സീസണിൽ KKR കളിക്കുന്നത്. പക്ഷേ ഇത്തവണ അവർ പ്ലേ ഓഫിൽ കടക്കുമോ എന്ന കാര്യവും സംശയമാണ്. ഈ സീസൺ കഴിഞ്ഞാൽ രഹാനെയെ നായക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വന്നാൽ അടുത്ത IPL-ലേക്ക് പുതിയൊരു ക്യാപ്റ്റനെയും KKR-ന് ആവശ്യമായി വരും. ലേലത്തിൽ സഞ്ജുവുണ്ടെങ്കിൽ പ്രഥമ പരിഗണന അദ്ദേഹത്തിന് തന്നെയായിരിക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് KKR ഒരു പുതിയ ടീമല്ല. അദ്ദേഹം IPL യാത്ര തുടങ്ങിയത് അവർക്കൊപ്പമാണ്. പക്ഷേ KKR-നായി ഒരു മത്സരം പോലും കളിക്കാൻ മലയാളി താരത്തിന് ഭാഗ്യമുണ്ടായിട്ടില്ല. 2019-ലാണ് KKR വിട്ട് സഞ്ജു റോയൽസിലേക്ക് ചേക്കേറിയത്.